ശ്രേഷ്ഠമായ വ്യക്തിത്വമായിരുന്നു ആദരണീയനായ ഈ ജോസഫ് കരയിലാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അതിനുവേണ്ടി അമൂല സ്വന്തം ദൈവമേയും മറന്ന് അധ്വാനിച്ച ആ മഹനീയ വ്യക്തിത്വത്തെ അനുസ്മരിക്കുകയാണ് ഈ സമയത്ത് നാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ കെ ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ PRO PC ഏരിയസ് ആണ് നമ്മളിന്ന് അനുസ്മരിക്കുന്ന ദേവിച്ചായൻ്റെ കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന ഇരിയാട്ട് ദേവിച്ചായൻ്റെ 40ാം ചരമദിനമാണ്. മലങ്കര സഭയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു അൽമായ നേതാവിനെ ഇത്തരത്തിൽ സ്മരിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സഭയുടെ ആസ്ഥാനവും ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുള്ള ദേവാലയമാണ് ഈ മാറിയാറ്റം. MD സെമിനാരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾ അത് ഈ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളുമ്പോൾ ഇവിടെ നടന്ന നിർണായകമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചു പ്രവർത്തിക്കുകയാണ് ഈ ആചാര്യ. അതുകൊണ്ട് തന്നെ മലങ്കര മെത്രാപ്പോലീത്തായിട്ട് അഡ്വൈറ്ററായിട്ടുള്ള ഇവിടെ വെച്ച് ദേവിച്ചായനെ സ്മരിക്കുമ്പോൾ ഈ മണ്ണിലെ ദേവിച്ചായൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ദേവിച്ചായൻ്റെ ഓർമ്മകളെ ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. എറിയാട്ട് E.A. ജോസഫ് എന്ന് പറയുന്ന കുഞ്ഞപ്പൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം ആത്മായ ക്രിസ്ത്യനായി ദീർഘകാലം പ്രവർത്തിച്ച ചരിത്രമാണ്. താഴ്ത്തക്കാടിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. താഴ്ത്തക്കാടി കോട്ടയത്തിൻ്റെ ആസ്ഥാനം എന്നുള്ള നിലയിൽ നിലകൊള്ളുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ രാജാക്കന്മാർ തന്നെ അവിടെ ഉന്നത കുലജാതരായ ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിമും അതുപോലെ തന്നെ പാഴ്സികളും അടക്കമുള്ള നിരവധി ആളുകൾ സമ്മിശ്രമായി താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ആരാധനാലയങ്ങളൊക്കെ തന്നെ
ഇപ്പോൾ താഴെക്കാടിയിൽ പുതിയ പാലം സ്ഥിതി ചെയ്യുന്ന അങ്ങോട്ട് ചേർന്നുള്ള വീടാണ് റിയാട്ട് തറവാട് എന്ന് പറയുന്ന റിയാട്ട് കുറ്റപ്പെട്ട് താമസിച്ച വീട്. പഴയ സെമിനാരി നമുക്കറിയാം സഭയുടെ ആസ്ഥാനമായി നിലകൊള്ളുന്ന സമയത്ത് റിയാട്ട് ജോസഫ് എന്ന് പറയുന്ന റിയാട്ട് കുറ്റപ്പൻ താമസിച്ച വീട് ഒരു ഭാഗം പഴയ സെമിനാരി സഭയുടെ ആസ്ഥാനമായി നിലകൊള്ളുമ്പോൾ റിയാട്ട് കുറ്റപ്പൻ്റെ ഒരു വീടിൻ്റെ ഒരു ഭാഗം സഭയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നു. അവിടെയായിരുന്നു സഭയുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം കേന്ദ്രീകരണം. അതുകൊണ്ടാണ് പല ലേഖനങ്ങളിലും കണ്ട പോലെ പട്ടിമണ കേസിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സെമിനാരിയിൽ കൂട്ടപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് കൂട്ടി കാവൽ പോലീസ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നത് ഭാഗമാണ്. സഭയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന മുറിയിൽ കയറി ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കാണ് വീട് കൂടിയതിനെ സംബന്ധിച്ച് ഈ ലേഖനങ്ങളൊക്കെ വരാനിടയായിട്ടുണ്ട്. അദ്ദേഹം ആ മുറിയിൽ കയറുകയും ഇറങ്ങുകയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനും തടസ്സം ഏർപ്പെടുത്തിയതാണ് സൂചിപ്പിച്ചിരിക്കുന്ന സംഭവം. ആ വ്യഭിചാരമുണ്ടായ കാലം മുതൽ റിയാട്ട് കുറ്റപ്പൻ എന്ന് പറയുന്ന ജോസഫിന്റെ പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട് സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബാലനായിരുന്നപ്പോൾ മുതൽ പട്ടശ്ശേരി തിരുമേനിയുടെ അടുത്ത് പിതാവ് പോകുമ്പോൾ കൂട്ടത്തിൽ പോവുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. അത് ഒരുപക്ഷെ അതായിരിക്കാം ഇത്ര വൈകാരികമായി റിയാട്ടെ ജനിച്ചായന് സഭയുടെ പ്രവർത്തനത്തിൽ സജീവമായി നിലകൊള്ളുവാൻ പ്രേരണയായി തീരുന്ന കാര്യം അതായിരിക്കും എന്നുള്ള കാര്യം. ബേബിച്ചായനെ ജോസഫിന്റെ കാലശേഷം ബേബിച്ചായൻ സഭയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ 1951 സഭയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റു. സഭാ സെക്രട്ടറി സ്ഥാനത്ത് ഏറ്റെടുത്തതിന് ശേഷം നമ്മളവിടെ ബേബിച്ചായന്റെ പ്രവർത്തനത്തെ ആവർത്തിച്ച് പറയുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായിരുന്ന സഭ ആത്മായ നേതാക്കന്മാരുടെ പങ്ക് കുറച്ചല്ല അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അതാണ് സൂചിപ്പിക്കുന്നത്. ബേബിച്ചായന്റെ ഭാരവാഹിത്വത്തിൽ സഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച കാലത്ത് നടന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ സഭയുടെ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അത് ഒരിക്കലും ഈ സഭയ്ക്ക് വിസ്മരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഒന്ന്, സഭാപരമായി അദ്ദേഹത്തിൻ്റെ സർവ്വപ്രവർത്തനവും സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അത് മറ്റ് ജോലിക്ക് പോകാതെ ഇപ്പം നമുക്കറിയാം സഭയുടെ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് കാണുന്ന ഈ അൽമായ നേതാക്കളുടെ ഒക്കെ തന്നെ കഴിഞ്ഞ കാലത്തിലാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും നമുക്കറിയാവുന്ന ഒരു വസ്തുത അവരുടെ മുഴുവൻ പ്രവർത്തനവും സഭയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുവാൻ വ്യക്തിപരമായി ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഒന്നുകിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ കാണും, അല്ലെങ്കിൽ ജോലിയുടെ കാണും പോലും ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനവും മാറ്റിവെച്ച് പൂർണ്ണ സമയം സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ അധ്വാനവും ചെലവഴിച്ചു എന്ന് പറയുന്നിടത്താണ് അത്ര വലിയ മഹത്തരമായ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ബേബിച്ചായൻ നടത്തിയിട്ടുള്ളത് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. വളരെ ചുരുക്കമായി അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളെ പെട്ടെന്ന് ഒന്ന് സ്മരണയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1951 ബേബിച്ചായൻ ചുമതലയേറ്റതിന് ശേഷമാണ് ഹൈക്കോടതി വിധി എതിരായിട്ട് വരുന്നത്. പെട്ടെന്ന് ആ സന്ദർഭത്തിൽ തന്നെ സഭാമക്കളുടെ മനസ്സിലുണ്ടായ വലിയ തോതിലുള്ള ഒരു സഭയുടെ മനസ്സിൽ ആളുകളുടെ മനസ്സിലുണ്ടായ ഒരു വലിയ നിരാശാബോധം. ആ നിരാശാബോധത്തിൽ നിന്ന് അവരെ കരകയറ്റുവാനും കൂടുതൽ ശക്തിമത്തായി സഭയുടെ പ്രവർത്തനത്തിൽ സജീവമായി നിലനിർത്താനും പെട്ടെന്ന് ആലോചിച്ച അന്നത്തെ ആത്മായ നേതാക്കളൊക്കെ കൂടെ കൂടി പെട്ടെന്ന് ആലോചിച്ച തീരുമാനം ബാബായിക്കുള്ള സ്വീകരണം. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ചെങ്കോട്ട വഴി വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ എത്തുന്നു. അവിടെ അടൂർ മുതൽ കോട്ടയം വരെയുള്ള സ്വീകരണം. ഏതാണ്ട് 800ഓളം ഓട്ടോ കാറുകളും ഒക്കെയുള്ള വലിയ തോതിലുള്ള സ്വീകരണം. അടൂർ മുതൽ കോട്ടയം വരെ ഉള്ള സ്ഥലത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് തിങ്ങി നിറഞ്ഞ ജനസമുദ്രത്തിൻ്റെ ഉള്ളിലൂടെ പരിശുദ്ധ ബാബ കടന്നു വരുന്നു. അത് വലിയ തോതിൽ ആ സ്വീകരണം അത് ഒരു സ്വീകരണം എന്നുള്ള നിലയിലേക്കാൾ ഉപരിയായി മലങ്കര സഭാമക്കളുടെ മനസ്സിൽ വലിയ ഒരു സ്ഥാനത്തേക്ക് ഈ സഭയിൽ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല എന്ന്
ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ സഭ ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്ന്, സഭയുടെ ഭാഗത്താണ് ശരിയെന്നും സത്യമെന്നുമുള്ള ആ വലിയ ഒരു ദൂതാണ് ആ സ്വീകരണത്തിലൂടെ വെളിപ്പെട്ടത്. അതറിയാ ആ സ്വീകരണം കോട്ടയത്ത് വരുമ്പോൾ ഇവിടെ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബാതിരുമേനി വട്ടക്കുന്നാൻ മാത്യൂസ് റബ്ബാനായി ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. അതുപോലെ തന്നെ KC മാമൻ മാപ്പിള, CM സ്റ്റീഫൻ, EA മേനൻ തുടങ്ങിയ നേതാക്കൾ ഈ ഇവിടെ കോട്ടയത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ച. തുടർന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ ഗണേശപുരാജ് നഷ്ടപ്പെട്ടാൽ ബാബാതിരുമേനിക്ക് ഇരിക്കാനുള്ള താമസിക്കാനുള്ള ആസ്ഥാനം എന്നുള്ള നിലയിൽ പെട്ടെന്ന് തന്നെ ദേവലോകം വാക്കുന്ന ചരിത്രം. 1953 5 മെത്രാന്മാരുടെ സ്ഥാനാരോഹണം, അത് ഏരിയ കത്തീഡ്രലിൽ നടന്ന 5 മെത്രാന്മാരുടെ സ്ഥാനാരോഹണം. അതുപോലെ തന്നെ 1980 എത്യോപ്യൻ ചക്രവർത്തിയുടെ മലങ്കര സഭാ സന്ദർശനം, 1956 ദേവലോക മലങ്കര ചാപ്പല് പൂർത്തിയാക്കി ഉദാശ ചെയ്ത ചടങ്ങ്. ഇതിനുശേഷം 1958 സുപ്രീം കോടതി വിധി. അവിടെയാണ് വളരെ ശ്രദ്ധേയമായി മേൽച്ചായന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 58 സമാധാനം ഉണ്ടായതിനു ശേഷം 2 വിഭാഗങ്ങളായിരുന്ന ആളുകളെ ഒന്നിച്ചുകൂട്ടി 58 കുറ്റജാമ്യം കിട്ടുന്ന സംയുക്ത അസോസിയേഷൻ, അവിടെ വെച്ച് പുതിയ മാനേജിംഗ് കമ്മിറ്റി, അൽമായ ട്രസ്റ്റി, അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റി തെരഞ്ഞെടുക്കപ്പെടുന്ന ചരിത്രപരമായ പുത്തൻകാവ് സംയുക്ത അസോസിയേഷൻ. ആ അസോസിയേഷൻ പിടിച്ചുകൊണ്ടുന്നതിൽ വേലിച്ചായങ്ങളൊക്കെ വളരെ വലുതാണ്. അതുപോലെ 1959 MD സെമിനാരിയിൽ വെച്ച് ഇവിടെ തന്നെ കൂടിയ അസോസിയേഷനിൽ വെച്ച് പുതിയ മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 62 തിരുവനന്തപുരം അസോസിയേഷനിൽ വെച്ച് ഔക്കൈൻ തീമോത്തിയോസിന് വേണ്ടിയ നിയുക്ത കാതോലിക്കായി തെരഞ്ഞെടുത്തു. ഇതെല്ലാം ഈ അസോസിയേഷന്റെ ഓരോ പ്രവർത്തനത്തിലും വേലിച്ചായന്റെ പ്രവർത്തനത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ 1960 ഔക്കൈൻ ബാബാതിരുമേനിയുടെ സ്ഥാനാരോഹണ ചടങ്ങ്, അവിടെ പരിശുദ്ധ ഭാരതീയമായ സന്ദർശനം. ഈ ചടങ്ങ് വേലിച്ചായന്റെ യാതൊരു തരത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള വേലിച്ചായനോട് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 65 MD അസോസിയേഷൻ വീണ്ടും 5 മെത്രാന്മാരെ മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്ന ചടങ്ങ്. 1966 വേലിച്ചായൻ ആ കാലഘട്ടം പൂർത്തിയാക്കി 1951 മുതൽ 66 വരെയുള്ള കാലഘട്ടം 15 വർഷത്തെ സഭാ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിച്ച് അദ്ദേഹത്തെ അന്ന് മാറുന്ന 66 അദ്ദേഹം മാറും. 1980 അദ്ദേഹം വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1982 കാതോലിക്കേറ്റിന്റെ സപ്തതി ആഘോഷം, കോട്ടയം നടത്തിയ സപ്തതി ആഘോഷത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ 82 തന്നെ തിരുവല്ല MDM അസോസിയേഷൻ, ആ അസോസിയേഷൻ വെച്ചാണ് ഇപ്പോഴത്തെ ബാബാതിരുമേനി ഉൾപ്പെടെയുള്ള ആളുകളെ മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അസോസിയേഷൻ. അതുപോലെ 82 84 വട്ടശ്ശേരി തിരുമേനിയുടെ കനക ജൂബിലി ആഘോഷം. അതുപോലെ തന്നെ 1985 മെത്രാൻ സ്ഥാനാഭിഷേകം. ഇത്രയും ചടങ്ങുകൾ ഈ സഭയിൽ നടത്തുന്ന കാര്യത്തിൽ വേലിച്ചായന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നടത്തുന്നത്. ഈ കാര്യങ്ങൾ സഭാതലത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെങ്കിൽ. അദ്ദേഹത്തിന്റെ ചെറിയ പള്ളി ഇടഭാഗമായിരുന്ന അദ്ദേഹം ഈ താഴ്ത്തക്കാടി ആലപ്പുഴയിലും കുളപ്പുരക്കടവിന് ഇടയ്ക്കുള്ള ഇരകട്ടെ കുടുംബത്തിന്റെ വാതിൽക്കൽ ഒരു കൽക്കുരിശ്, ആ കുരിശിനോട് ചേർന്ന് അവിടെ ബഹ്റാൻ സഹനായുടെ നാട്ടിൽ ഒരു ചാപ്പല ഉണ്ടായിരുന്നു. ആ ചാപ്പല ഏതോ കാരണത്താൽ അവിടുന്ന് അത് ഇല്ലാതായി പോകുന്ന സാഹചര്യം. അവിടെ വീണ്ടും ബഹ്റാൻ സഹനായുടെ നാമത്തിൽ ഒരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം ഇരയാട്ടെ കുഞ്ഞപ്പന്റെ EA ജോസഫിന് അന്ന് മുതൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് 1951 ആലപ്പുഴയോട് ചേർന്നുള്ള സ്ഥലം അന്ന് 18,000 രൂപയ്ക്ക് വേലിച്ചായൻ വാങ്ങുന്നു. അത് വാങ്ങി അവിടെ പള്ളിപ്പണി ആരംഭിക്കുന്നു. 1960 വരെയുള്ള കാലഘട്ടത്തിൽ ആ പള്ളിപ്പണി അന്ന് താൽക്കാലിക ഷെഡ് വെച്ച് ഇവിടെ ആരാധനാലയം ആരംഭിച്ചുവെങ്കിൽ 60-ലാണ് കുദാശ. ആ കുദാശ ചെയ്യുന്ന കാലത്തൊക്കെ തന്നെ ഇതിനുവേണ്ടി വളരെയേറെ ത്യാഗപൂർവമായ പ്രവർത്തനം വേലിച്ചായൻ നടത്തേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അതിന്റെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നത് പള്ളിപ്പണി പൂർത്തിയാക്കുമ്പോൾ അന്ന് ഈ സാധനങ്ങളുടെ വില എന്ന് പറയുന്ന സിമെന്റിന് 4 രൂപയും അതുപോലെ തന്നെ തച്ച്
മേൽച്ചായൻ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തർക്കമില്ല. ഒരു പോരായ്മയില്ലാതെ, യാതൊരു തരത്തിലുള്ള കേടുപാടുകളില്ലാതെ, അല്ലെങ്കിൽ യാതൊരു പോരായ്മയുമില്ലാതെ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. മേൽച്ചായൻ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, മേൽച്ചായന് വീട് പണി നടക്കുന്ന സമയത്ത് ആ പണിയിൽ, വീടിന്റെ പണിയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. പക്ഷെ താഴ്ത്തങ്ങാടി പള്ളിയുടെ ഓരോ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, പൂർണ്ണതയോടുകൂടി ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അന്ന് ഇവിടെ മേൽച്ചായൻ മക്കളോട് ഇരിക്കുന്നുണ്ട്, അവിടെയുള്ള നാട്ടുകാരുണ്ട്. അവരൊക്കെ തന്നെ ഇതിന്റെ കല്ലൊക്കെ ചുമന്ന ആളുകളും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകളുമാണ്. രാവിലെ മുതൽ മേൽച്ചായനത്തിന് വേണ്ടി ഇറങ്ങി 3 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് അദ്ദേഹം ആ പണി പൂർത്തിയാക്കിയത്. മേൽച്ചായന്റെ വീട് പണി പൂർത്തിയാക്കിയപ്പോൾ മേൽച്ചായന്റെ വീട് കുതാശ്ശേരി പാമ്പാടി തിരുമേനി കുതാശ്ശേരിയുടെ യൂറിയസിയൽ ബാബാൻ നീ എന്നോട് പറയാതെ കുതാശ്ശേരിയാണോ, ഞാനും വരുമെന്ന് പറഞ്ഞ് യൂറിയസിയൽ ബാബായും പാമ്പാടി തിരുമേനിയും കൂടെ കൂടിയാണ് ആ വീട്, മേൽച്ചായന്റെ വീട് കുതാശ്ശേരി. ഞാൻ സൂചിപ്പിച്ചത് താഴ്ത്തങ്ങാടി പള്ളി പണിയുന്ന സമയത്താണ്. കുമ്മലത്ത് കുറച്ചേറെ സ്ഥലമുണ്ട് തരികയാണ്. ആ സ്ഥലം ഒരു ഭാഗം മേൽച്ചായന്റെ മേൽച്ചായന്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥലവും മറ്റു സ്ഥലമൊക്കെ വിറ്റു. മേൽച്ചായന്റെ സ്ഥലം വിറ്റ് തീർന്നപ്പോൾ അവിടെ 30 സെന്റ് സ്ഥലം മിച്ചമുണ്ട്. ആ വിറ്റ സ്ഥലം, ആ 30 സെന്റ് സ്ഥലമാണ് കോട്ടയം ചെറിയപ്പള്ളി കൊടുത്തത്. ആ 30 സെന്റ് സ്ഥലത്താണ് കുമ്മനം പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹം ഒരു പള്ളി ഒരിടത്ത് പണിയുമ്പോൾ വേറെ ഉണ്ടായിരുന്ന സ്ഥലം വിറ്റു. ആ വിറ്റതിനകത്തുനിന്നും അതിൻ്റെ ഒരു ദശാംശ സഭയ്ക്ക് അല്ലെങ്കിൽ പള്ളിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള സ്ഥലത്താണ് കുമ്മനപ്പള്ളിക്ക് മേൽച്ചായനോടുള്ള കടപ്പാട് നിലനിൽക്കുന്നത് സൂചിപ്പിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാക്കി, താഴ്ത്തങ്ങാടി പള്ളി പണി പൂർത്തിയാക്കി, കുമ്മനപ്പള്ളിക്ക് സ്ഥലം തന്നു. ഇങ്ങനെ പ്രാദേശികമായും സമൂഹത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. ഈ 51 വിധിക്ക് ശേഷം യൂറിയസിയൽ ബാബ ചോദിച്ചു എന്ന് പറയുന്നത് കാര്യമുണ്ട്. എവിടുന്ന് ഈ കേസ് നടത്താനായിട്ട് എവിടുന്ന് പണം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ തന്റെ ബാങ്ക്, താൻ തുടങ്ങിയ ബാങ്ക്, കോർപ്പറേറ്റ് ബാങ്ക്, തന്റെ ബാങ്കിലെ പണമുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് ആ പണം എടുത്ത് ആ പണം ഉപയോഗിച്ച് സഭയുടെ കേസ് നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാണ്. മേൽച്ചായനുമായിട്ട് സംസാരിക്കുമ്പോഴും വളരെ അടുത്തുള്ള ആളുകളിലൂടെ പലരും നേരിട്ടു. മേൽച്ചായനോട് സംസാരിക്കുമ്പോൾ, സഭാകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം സഭാ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ്. എല്ലാം സഭാ ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ ഈ 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സഭാ ഭരണഘടന കാത്തു സൂക്ഷിക്കണം. ഭരണഘടനയാണ് വലുത് എന്ന് പറയുന്ന വളരെ വലിയ തോതിലുള്ള ശക്തമായ നിലയിൽ നിലപാട് സ്വീകരിക്കുന്ന മേൽച്ചായന്റെ കൂടുതലായി സൂചിപ്പിക്കുന്നില്ല, ബാക്കി കാര്യങ്ങളൂടെ സൂചിപ്പിക്കുകൊണ്ട് ഞാൻ പറയുന്നില്ല. മേൽച്ചായന്റെ വാഹനത്തിന്റെ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ സൗരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടിക്ക് SSV 2537 ആ വണ്ടിയുടെ നമ്പർ. SSV എന്ന് പറയുന്നത് സമുദായ സെക്രട്ടറിയുടെ, സഭാ സെക്രട്ടറിയുടെ വെഹിക്കിൾ എന്നാണ് ആ നമ്പർ കാണുന്നത് എല്ലാവരും പറഞ്ഞോളൂ. SSV എന്ന് പറയുന്നത് അതിനെ ആൾക്കാർ കൊടുത്തിരിക്കുന്ന നിർവചനം സഭാ സെക്രട്ടറിയുടെ, സമുദായ സെക്രട്ടറിയുടെ വെഹിക്കിൾ എന്നാണ് SSVക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മേൽച്ചായന്റെ എറിയാന്റെ വണ്ടി എന്നല്ല ആ വണ്ടിയെ പറയുന്നത്. സഭാ സെക്രട്ടറിയുടെ, സമുദായ സെക്രട്ടറിയുടെ വണ്ടി എന്നാണ് ആ വാഹനത്തെ പറഞ്ഞിരിക്കുന്നത്. ആ വാഹനം ഓടിയതിന്, സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓടിയതിനും ആ വാഹനത്തിൽ മേൽച്ചായ സഞ്ചരിച്ചതിന് കടക്കുകയും മേൽച്ചായന്റെ ആത്മാവിന്റെ ഞാൻ സമ്പ്രദർശനായിരിക്കുന്നു. ഇത്രയും ആളുകൾ വന്നതിലും ഈ ചടങ്ങ് സംബന്ധിക്കുന്നതിനും നിങ്ങളെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആത്മായ നേതാക്കൾ ഈ കോട്ടയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒട്ടേറെ ആളുകൾ, എല്ലാവരുടെയും പേരുകൾ സ്മരിക്കപ്പെടുന്ന വിട്ടുപോയെങ്കിൽ കുടുംബാതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെയുള്ള ഒട്ടേറെ ആത്മായ നേതാക്കന്മാരുടെ പാദസ്പർശമേറ്റ ഈ സ്ഥലമാണിതെങ്കിൽ മേൽച്ചായൻ ഈ പ്രദേശത്തെ MD സെമിനാരി ഇതിനു വേണ്ടി മലങ്കര മെത്രാപ്പോലീത്തായോടൊപ്പം, മലങ്കര മെത്രാപ്പോലീത്തായുടെ മനസ്സെങ്ങനെ, യൂറിയസിയൽ ബാബയുടെ മനസ്സെങ്ങനെ ചിന്തിക്കുന്നു, ആ മനസ്സ് ചിന്തിക്കുന്ന അനുസരിച്ച് പ്രവർത്തന പദത്തിന് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ സ്മരണ നമുക്ക് നിത്യമായി നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഈ സഭയ്ക്ക് ചെയ്തു തന്ന സേവനങ്ങൾ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് ഈ സഭാമക്കൾക്ക് വായിച്ച് മനസ്സിലാകത്തക്ക രൂപത്തിലേക്ക് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഈ
അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ഒരു ജീവിതകാലം മുഴുവൻ 1917 ജനിച്ച് 2013 മരിക്കുന്ന 96 വർഷത്തെ ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗമനുഷ്ഠിച്ച ആളെ കുറിച്ച് വരും തലമുറ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മേൽജായന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. ബാബാ തിരുമേനി വളരെ താല്പര്യത്തോടുകൂടി മേൽജായന്റെ ഈ സ്മരണ ഈ സമ്മേളനം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പരിശുദ്ധ ബാബാ തിരുമേനി തന്നെ സംബന്ധിക്കാൻ എത്തിയിട്ടുണ്ട്. മേൽജായനെ കുറിച്ചുള്ള നല്ല സ്മരണകൾ അദ്ദേഹം പങ്കുവയ്ക്കും എന്നുള്ള കാര്യം തർക്കമില്ല. പരിശുദ്ധ ബാബാ തിരുമേനിയെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ വളരെ താഴ്മയോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമുദായ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഇത്തവണത്തെ അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ ചടങ്ങാണ് ഇത്. അന്തരിച്ചു പോയ മൺമറഞ്ഞു പോയ സമുദായ നേതാക്കളെ സ്മരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സമ്മേളനങ്ങൾ നമ്മുടെ ഒട്ടേറെ ആളുകൾ ഇത്തരത്തിൽ സഭയ്ക്ക് വേണ്ടി ചെയ്ത ആളുകളുണ്ട്. അവരെ സ്മരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നിർദ്ദേശം വെച്ചിരുന്നു. അതിൻ്റെ ആദ്യത്തെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അൽമായ നേതാക്കളെ പ്രത്യേകമായി സ്മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അൽമായ കാരൻ എന്നുള്ള നിലയിൽ, ഈ സഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ, ഈ സഭയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുത്തു വരുന്ന ഡോക്ടർ ജോർജ് ജോസഫിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം കെ കുര്യനച്ചനുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആലിച്ചനച്ചനുണ്ട്, അതുപോലെ പാമ്പാടി ജയറാമാരായിട്ടുള്ള ആദ്യക്കുടി അച്ഛനുണ്ട്, തായി അലിക്കുടി അച്ഛനുണ്ട്, അതുപോലെ തന്നെ സഭയുടെ PR ഏരിയ സാറുണ്ട്, TV മാമൻ സാറുണ്ട്, വർഗീസ് കോട്ടപ്പുഴ, ജെയിംസ്, അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ അൽമായ നേതാക്കൾ, ഈ പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി, അതുപോലെ തന്നെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട മോഹൻ ജോസഫിന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ഇവിടെ നടത്താമെന്ന് പറയുകയും ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതെന്ന് മോഹൻ ജോസഫ് അച്ഛനാണ്. എല്ലാവരെയും വാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം. സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, ജോസഫ് ബേബിച്ചായനെ കുറിച്ച് പറഞ്ഞു വെച്ച കാര്യങ്ങൾ പുത്തൻ തലമുറയ്ക്ക് പുതുമയാകാനാണ് സാധ്യത. പക്ഷേ ഇവിടെ പുത്തൻ തലമുറയേക്കാൾ കൂടുതൽ പഴയ തലമുറ ഉള്ളതുകൊണ്ട് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഒരുപക്ഷെ സ്മരണയിൽ നിന്ന് മങ്ങി നിൽക്കുന്ന അനേക ചിന്തകൾ വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സഭാംഗങ്ങൾക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ പഴയകാല ചരിത്രം പഠിക്കുവാൻ മനസ്സുള്ളവരല്ല. പഴയകാല ചരിത്രം സൂക്ഷിക്കുവാൻ ശുഷ്കാന്തിയുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുകയും വർത്തമാന കാലഘട്ടത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി മലയാളികൾക്കുണ്ട്, ഓർത്തഡോക്സുകാരനുമുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഈ സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഹയറാർക്കിയോടൊപ്പം, അഥവാ മലങ്കര മെത്രാപ്പോലീത്തായോടൊപ്പം ചേർന്ന് നിന്ന് ഈ സഭയ്ക്ക് വേണ്ടി ജീവനും
അതുപോലെ തന്നെ ധനവും സമയവും ബുദ്ധിയും സ്വാധീനവും സമ്പൂർണമായി സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഏതാനും മഹൽ വ്യക്തികളുടെ സ്വാധീനമാണെന്നാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ് ഈ സഭയുടെ ഇന്ന് വരെയുള്ള വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പുത്തൻ തലമുറയ്ക്ക് ഒരുപക്ഷെ പഴയ ഇപ്രകാരമുള്ള ചരിത്ര വഴികളെക്കുറിച്ച് എന്തുമാത്രം ബോധമുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഞാൻ വർഗീസ് തോട്ടപ്പുഴയെയോ KV മാമച്ചനെയോ ഒന്നും മറന്നുകൊണ്ടല്ല. മാമച്ചനെ പുത്തൻ തലമുറ എന്ന് ഞാനിപ്പോൾ സങ്കല്പിക്കുന്ന അതിന് കടന്ന ഒരു പ്രസ്താവനയായിരിക്കാം. എന്തായിരുന്നാലും ബേബിച്ചായനെ കുറിച്ച് എന്നോട് ധാരാളം വാദവരാതെ സംസാരിച്ചിട്ടുള്ളത് കാലം ചെയ്ത ജോസഫ് മാർ പക്കോമ്യസ് തിരുമേനിയാണ്. PV ജോസഫ് അച്ഛൻ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണിത്. ബേബിച്ചായനെ കുറിച്ച് ഞാൻ കോട്ടയത്ത് എത്തിച്ചേർന്നതിന് ശേഷമാണ് കൂടുതൽ അടുത്ത് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം രോഗശൈലിയിലായിരുന്ന സമയത്തെപ്പോഴും വല്ലപ്പോഴുമൊക്കെ ഞാൻ അവിടെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുമ്പോഴും പറയുന്ന വാചകങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ നിലനിൽപ്പ്, ഭാവി, ഭരണഘടന, വ്യവഹാരം, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, ഞാൻ ദേവലോകത്തേക്ക് അങ്ങ് വരികയാണ്, നമുക്ക് ചില കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് അവിടെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. എഴുന്നേറ്റ് ഇരുന്ന് പറയാനിത് വയ്യ, പക്ഷെ എങ്കിലും കിടക്കുമ്പോഴും ആ മകൾ വ്യക്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതാണ്. ഞാനും വരാം, ഇന്ന സ്ഥലത്തൊക്കെ ഇന്ന കാര്യങ്ങൾ, കോടതികളുടെ ഇന്ന വിധികൾ അവിടെ ഇരിപ്പുണ്ട്, തിരുമേനി അതൊക്കെ സൂക്ഷിച്ച് വായിച്ച് വേണം കാര്യങ്ങൾ തീരുമാനമെടുക്കാനെന്നൊക്കെ ഒരു 90 വയസ്സുകാരൻ പറയുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ആ ആവേശത്തിൻ്റെ വാക്കുകൾക്ക് ഉച്ചരിക്കാൻ പോലും ശക്തിയില്ലാത്ത സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മലങ്കര സഭയുടെ മുത്തുമണികൾ പോലെയുള്ള അൽമായ നേതാക്കന്മാർ ഈ സഭയ്ക്കുണ്ടായിരുന്നു. അതാണ് മലങ്കര സഭയുടെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുലിക്കോട്ടിൽ തിരുമേനിയുടെ കാലം മുതലാണ് കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ളത്. വട്ടശ്ശേരി പുലിക്കോട്ടിൽ തിരുമേനി ആയിരുന്ന സമയത്ത് ഒരു EM ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സന്തത സഹചാരി, അദ്ദേഹം ഉയരം കുറഞ്ഞ വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വ്യവഹാരത്തിൻ്റെ നൂലാമാലകൾ മുഴുവനും അറിയാവുന്ന വ്യക്തിയാണ്. പുലിക്കോട്ടിൽ തിരുമേനിക്ക് ഒരു വ്യവഹാരത്തിൻ്റെ വിധി പകർപ്പ് വായിച്ചു കൊടുക്കുന്നൊരു ചിത്രമാണ് പഴയ സെമിനാരിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, മലങ്കര മെത്രാപ്പോലീത്തായുടെ കൈകൾ ബലപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള, മലങ്കര സഭയെ നെഞ്ചിലേറ്റി പ്രാണനെ പോലെ കരുതുന്ന ഒത്തിരി അൽമായ നേതാക്കന്മാർ ഈ സഭയ്ക്കുണ്ടായിരുന്നു. ആ നേതാക്കന്മാരുടെ പിന്തുണയും പിൻബലവുമാണ് സഭയുടെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത്. അതിൽ നാം ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്ന ഒരാളാണ് ഗറികാട്ട് EJ ജോസഫ്, അല്ലെങ്കിൽ നാം ബേബിച്ചായൻ എന്ന് പറയുന്ന ആ മകൻ വ്യക്തി. എൻ്റെ വായനയിൽ പെശക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ CMSകാരുമായിട്ടുള്ള നമ്മുടെ തർക്കത്തിൽ ഡോക്ടർ വിൽസൺ, കൽക്കട്ട ബിഷപ്പ്, ഒരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷനിൽ സഭയുടെ ഒരു സമാധാന അന്തരീക്ഷത്തിനുള്ള പല സമവാക്യങ്ങളിൽ ഒരെണ്ണമാണ് മലങ്കര മെത്രാപ്പോലീത്തായിക്ക് 2 മറ്റ് ട്രസ്റ്റിമാർ ആവശ്യമുണ്ട് എന്നുള്ളത്.
അതൊന്ന് അൽമായ ട്രസ്റ്റി, 2 വൈദിക ട്രസ്റ്റി. അത് സഭയുടെ 3 തൂണുകളാണ്. മലങ്കര മെത്രാപ്പോലീത്ത മലങ്കരയുടെ മൊത്തം ട്രസ്റ്റിയാണ്. വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും ഒരുമിച്ചുണ്ടാകണം. പിന്നീട് അതൊക്കെ പട്ടശ്ശേരി തിരുമേനി ആ ഭരണഘടന രൂപം കൊണ്ടപ്പോൾ ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. തിരുമേനിയുടെ കാലത്ത് ഭരണഘടന നമുക്ക് പൂർണ്ണമായും പാസ്സാക്കിയെടുത്തില്ല, എങ്കിലും അത് രൂപം പ്രാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ കാലത്താണ് ആ ഭരണഘടന അസോസിയേഷനിലൂടെ പാസ്സായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ പെശകുകളുണ്ടാകാം. വർഗീസ് തോട്ടപ്പുഴയും AV മാമനും ഒക്കെ ചരിത്രത്തിൻ്റെ താളുകൾ നല്ലതുപോലെ പരതുന്നവരാണ്. അവർക്കൊരു പക്ഷേ എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ ധരിപ്പിക്കാനുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ധരിപ്പിക്കുന്നതും സന്തോഷമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ അൽമായ നേതാക്കന്മാരുടെ ഈ സഭയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, അങ്കലാപ്പ് ഒട്ടും ചെറുതായിരുന്നില്ല. ആ കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനി എന്ന് പറയുന്നത് ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ദൈവത്തിന് തുല്യനായൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എതിരായി എന്തെങ്കിലും സംസാരിക്കുവാനോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാനോ രഹസ്യമായോ പരസ്യമായോ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുവാനോ ധൈര്യമുള്ളവരായിരുന്നില്ല മലങ്കര സഭയുടെ നസ്രാണികൾ. എന്നാൽ സഭയെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന അന്നത്തെ ഇപ്രകാരമുള്ള നേതാക്കന്മാർ അവർ പലരുമുണ്ട്. ആ നേതാക്കന്മാരുടെ മനസ്സ് സത്യത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിലനിർത്തിക്കൊണ്ടവരെ ഇത് പട്ടശ്ശേരി തിരുമേനിക്ക്, പുലിക്കോട്ട് തിരുമേനിക്ക്, പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിക്കൊക്കെ ഉപദേശങ്ങൾ, ആലോചനകൾ നൽകിക്കൊണ്ട് സഭയുടെ നിലനിൽപ്പിന് ആവശ്യമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ പറയുന്നത് അവരായിരിക്കാം. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനി ഒരു ബുദ്ധിപരമായി ഒരു സാധാരണ വ്യക്തിത്വമായിരുന്നു. ആധ്യാത്മികതയിൽ വിശുദ്ധിയുടെ നിർമ്മിതമാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് സാധാരണയേക്കാൾ അല്പം കൂടുതലെന്ന് മാത്രമേ നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നിട്ടും ആ പിതാക്കന്മാരൊക്കെ തീരുമാനങ്ങൾ പിഴവ് കൂടാതെ എടുക്കാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തിയിട്ടുള്ളത്, അവർക്കാവശ്യമുള്ള എല്ലാ ആലോചനകളും നൽകിക്കൊണ്ടിരുന്ന മകൻ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് സ്മരിക്കുന്ന EJ ജോസഫ് അഥവാ വ്യവസായൻ. അതുപോലെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിലെ ഡോക്ടർ ജോർജ് ജോസഫ് ഇങ്ങനൊരു പ്രമേയം അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. മലങ്കര സഭയ്ക്ക് ഇങ്ങനെ പല വിധത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഒരുപാട് പേരെ നാം ഓർക്കാതെ വിട്ടുപോകുന്നുണ്ട്. അത് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഓർപ്പിച്ചതുപോലെ വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അവബോധമുള്ളൂ. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കാര്യമായ വായിക്കുമ്പോഴേ എന്തൊക്കെയോ നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കുമെന്നല്ലാതെ ഈ സഭയുടെ ഇന്നത്തെ നിലനിൽപ്പിന് മുഖാന്തരമായിട്ടുള്ളവരെ മറന്നുപോകുന്നത് നന്ദികേടാണെന്നുള്ള ഒരു വികാരം കൊണ്ട് തന്നെയാണ് ആ മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കാനിടയായത്. ഇതിൽ ആദ്യത്തെ സംഭവം എന്ന് മാത്രമേ ഈ ബേബിച്ചായൻ്റെ ഓർമ്മയെ അല്ലെങ്കിൽ ഈ അനുസ്മരണയെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്നാണ് എൻ്റെ വിചാരം. ഞാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്ന 1985-ലാണ് അതുവരെയും ബേബിച്ചായൻ്റെ സെക്രട്ടറി ആയിരുന്നു. 80 മുതൽ 85 വരെ ഇദ്ദേഹമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരൊക്കെ സഭയുടെ രത്നങ്ങൾ പോലെ ശോഭിച്ചിട്ടുള്ളവരാണ്. ഇനിയും സഭയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ മായ സഹോദരങ്ങളുടെ സേവനങ്ങൾ ആവശ്യമാണ്. ഇവരൊക്കെ
ദൈവത്തെ ഭയപ്പെടുകയും സഭയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആലോചനകൾ തക്ക സമയത്ത് എടുത്ത് സഭയെ സഹായിക്കാൻ തക്കവണ്ണം എല്ലാം മറന്ന് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. 1958 സഭ സമാധാനത്തിൻ്റെ ആലോചനകൾ നടക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായെ സ്വീകരിക്കുന്നത് സബ്ജക്റ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതിച്ചേർക്കാൻ ഏറെ വാഗ്വാദങ്ങളും ഏറെ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഭരണഘടനയ്ക്ക് വിധേയമായി അദ്ദേഹം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായെ സ്വീകരിക്കാമെന്നുള്ള ആ ഒറ്റ വാക്ക് ചേർക്കാൻ അന്നത്തെ അൽമായ നേതാക്കന്മാരെ ഏറെ നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായിക്ക് സമാധാനത്തിൻ്റെ കൽപ്പനകൾ കൈമാറിയപ്പോൾ വലിയ വലിപ്പമുള്ളൊരു കവറിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവാ തിരുമേനി ആ അദ്ദേഹത്തിൻ്റെ കൽപ്പന പരിശുദ്ധ ഗീവർഗീസ് ബാവായ്ക്ക് കൊടുക്കുകയും ബാവാ തിരുമേനി ഒരു ചെറിയ കവറിൽ തൻ്റെ മറുപടി കൽപ്പന തിരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പാത്രിയർക്കീസ് ബാവാ തിരുമേനിയുടെ കൽപ്പന വലിയ കവറിലാണെന്ന് ആരോ തമാശ പറഞ്ഞപ്പോൾ കവർ ചെറുതാണെങ്കിലും ഇത് കാന്താരിയാണെന്നുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പൂർവ്വബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയ്ക്ക് പിഴവ് പറ്റാതിരിക്കത്തക്കവണ്ണമുള്ള ആലോചനകൾ ഒക്കെ എൻ്റെ വിചാരം അതൊക്കെ ഈ അൽമായ സഹോദരങ്ങളുടെ ബുദ്ധിപൂർണതയും അവരുടെ സഭയോടുള്ളവരുടെ ആഴമായ സ്നേഹത്തിൻ്റെ അടയാളവുമായിട്ട് തോന്നുകയാണ്. നേരത്തെ ജോസഫ് പറഞ്ഞതുപോലെയുള്ള അക്കമിട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ദേവ്ചാൻ്റെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് KC മാമൻ മാപ്പിളയുടെ കാലഘട്ടത്തിൽ, MA ചാക്കോയുടെ കാലഘട്ടത്തിൽ അവരൊക്കെ സമകാലീനന്മാരായി ഈ സഭയുടെ ആത്മാവും ജീവനുമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരൊന്നും നമുക്ക് മറക്കാൻ പാടില്ല. അത് അവരുടെ പേരിൽ പുസ്തക രൂപേണ സഭയുടെ തന്നെ പ്രത്യേക മേൽനോട്ടത്തിലുള്ള അവർക്ക് മറ്റു വിധത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ടാകാം. എങ്കിലും സഭയുമായുള്ള ബന്ധത്തിൽ അവരെക്കുറിച്ച് പ്രത്യേക ഒരു അക്ഷരങ്ങളിലൂടെ അവരുടെ നാമം ശാശ്വതീകരിക്കപ്പെട്ട് നിലനിർത്തേണ്ടത് സഭയുടെ ആവശ്യമാണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഏറെ സമയം ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും ആളുകൾ ഇവിടെ കടന്നു വന്നു എന്നുള്ളത് ഞാനാകെ ഒരു 15-20 പേരെ മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. കാരണം തോരാത്ത മഴയാണല്ലോ എന്ന് മനസ്സിൽ കരുതി. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഈ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും പേരെ ഇവിടെ കടന്നു വന്നതിനുള്ള പ്രത്യേകിച്ച് എൻ്റെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബേബിച്ചായൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് ആ തലത്തിലുള്ള അതേ നിലവാരത്തിലുള്ള മറ്റ് എല്ലാ നേതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി, ബഹുമാനപ്പെട്ട MK കുര്യനച്ചൻ, ബഹുമാനപ്പെട്ട ആലിച്ചനച്ചൻ, ബഹുമാന്യനായ അല്ലിക്കുര്യച്ചൻ, പാമ്പാടി ദേവയുടെ മാനേജർകൂടിയായ ബഹുമാന്യനായ മാതൃകുര്യച്ചൻ, ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജോൺ മത്തായി സാർ, ബിനു M. ഐസക് അവർ, സഭയുടെ PRO ബഹുമാന്യനായ എലിയ സാർ, ഇവിടെ ബേബിച്ചാൻ്റെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സന്നിഹിതരായിരിക്കുന്ന സഹോദരങ്ങളെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു അൽമായനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭം എന്തുകൊണ്ടും വളരെ വിലയേറിയതാണ്.
എരികാട്ട് വേവിച്ചതിനെ കുറിച്ച് ഒരുപാട് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ സഭയുടെ സെക്രട്ടറിയായ ഒരാളിനെ കുറിച്ച് അദ്ദേഹത്തെ ഒന്ന് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത് തന്നെ വലിയ നേട്ടമായി കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ എങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, നമ്മളൊക്കെ എങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് കാണിച്ചു തന്ന ഒരു മാന്യ വ്യക്തി. അദ്ദേഹത്തിൻ്റെ അധ്വാനം മാത്രമല്ല, പണവും ഭൂമി വിറ്റുപോലും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തി. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മലങ്കര സഭയുടെ മക്കൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി മലങ്കര സഭയുടെ എല്ലാ ആളുകളുടെയും വീടുകളിൽ എത്തത്തക്ക തരത്തിലുള്ള ക്രമീകരണം ചെയ്താൽ നല്ല ആത്മായ പ്രവർത്തകർ സഭാപ്രവർത്തനത്തിലേക്ക് കടന്നു വരും എന്ന് കണക്ക് കൂട്ടുകയാണ്. അത്രമാത്രം നന്മകൾ മാത്രം പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു മാന്യ വ്യക്തി. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചത് എന്തെങ്കിലും ബിസിനസ്സിലായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായി കടന്നു പോകേണ്ട ഒരാളായി. അത്രമാത്രം കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കഴിവ് സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇന്ന് സഭാപ്രവർത്തനം നടത്തുന്നത് സഭയിൽ നിന്ന് എന്ത് നേടാം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ്. എന്നാൽ സഭയിൽ നിന്ന് എന്ത് നേടാമെന്നുള്ളതായിരുന്നില്ല ബേബിച്ചായൻ്റെ കണക്കുകൂട്ടൽ, മറിച്ച് സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എന്നായിരുന്നു ബേബിച്ചായൻ കണക്കുകൂട്ടിയിരുന്നത്. ബേബിച്ചായൻ്റെ ആ പ്രവർത്തനങ്ങൾ മലങ്കര സഭയുടെ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് സഭയുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ മാന്യദേഹം. അദ്ദേഹത്തിൻ്റെ കാലയളവിലെ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ തലമുറ മനസ്സിലാക്കുമ്പോൾ മലങ്കര മെത്രാപ്പോലീത്തായുടെ മനസ്സറിഞ്ഞ്, മലങ്കര മെത്രാപ്പോലീത്തായുടെ ഉൾത്തുടുപ്പറിഞ്ഞ്, മലങ്കര മെത്രാപ്പോലീത്ത എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനോടൊപ്പം നിന്ന ഒരു സമുദായ സെക്രട്ടറി ആയിരുന്നു ബേബിച്ചായൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും ഈ അടുത്തിടെയായി സഭയിൽ കാണുന്ന പ്രവർത്തനങ്ങൾ, സഭയിൽ വിവിധ മേഖലകളിൽ ആളുകൾ മാറി നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ അത് ചില മെത്രാപ്പോലീത്താമാരിൽ നിന്ന് പോലും വിമർശനങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നത് കാണുമ്പോൾ ബേബിച്ചായന്റെ മാതൃക അവരൊക്കെ അനുകരിക്കേണ്ടതാണ്, ബേബിച്ചായൻ നിന്നതുപോലെ നിൽക്കേണ്ടതാണ് എന്ന് ഇത്തരുണത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. മലങ്കര മെത്രാപ്പോലീത്തായുടെ മനസ്സറിഞ്ഞ് മലങ്കര മെത്രാപ്പോലീത്തായോടൊപ്പം നിന്നാൽ സഭയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, സഭയിൽ വലിയ വളർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു കാലയളവായിരുന്നു ബേബിച്ചായന്റെ കാലയളവ്. 1951 ഗീവർഗീസ് ബാവ സഭ കേസിൽ പരാജയപ്പെട്ട കാലയളവിൽ ആ സമയത്ത് ഇവിടെ നടത്തിയ ഒരു വലിയ സമ്മേളനത്തെക്കുറിച്ച് അടൂരിൽ നിന്ന് വലിയ വാഹന ജാഥ നടത്തി ഇവിടേക്ക് ഗീവർഗീസ് ബാവയെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന വലിയ ആ സമ്മേളനത്തെക്കുറിച്ച് ബഹുമാന്യനായ സ്വാഗത പ്രാസംഗികൻ AK ജോസഫ് ഇവിടെ സംസാരിച്ചു. ആ സമ്മേളനത്തിൽ നിന്ന് വലിയ രണ്ട് പ്രത്യേകതകളും വലിയ രണ്ട് വിജയങ്ങളുണ്ടായി. ഒന്ന്, ആ സമ്മേളനം മലങ്കര മെത്രാപ്പോലീത്തായെ ശക്തിപ്പെടുത്തി, ഗീവർഗീസ് ബാവയെ ശക്തിപ്പെടുത്തി. പരാജയപ്പെട്ടു പോയിരുന്ന ഗീവർഗീസ് ബാവയുടെ മനസ്സ് പതറാതെ ഗീവർഗീസ് ബാവയുടെ പിന്നിൽ ഇവിടുത്തെ മലങ്കര സഭയുടെ മക്കളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം പരാജയപ്പെട്ട സമയത്ത് നടത്തിയെങ്കിൽ വിജയശ്രീലാളിതനായ ഗീവർഗീസ് ബാവയെ സ്വീകരിച്ചുകൊണ്ടല്ല, മറിച്ച് പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചു കടന്നു വരുന്ന ഗീവർഗീസ് ബാവയെ ഈ കേരളത്തിന്റെ വഴിയോരങ്ങളിലൂടെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വലിയ ഒരു സമ്മേളനം നടത്തിയെങ്കിൽ ആ സമ്മേളനം അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന മട്ടിൽ ഈ സഭയെ ഇന്ന് കൊണ്ടുപോകുവാൻ ഇന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് കഴിയുന്നത്. രണ്ടാം ആ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്ന് ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശ്രീ KC മാമൻ യശശരീരനായ KC മാമൻ മാപ്പിള അവരുകളെ കുറിച്ച് ഇവിടെ
പറഞ്ഞു. അന്ന് ആ സമ്മേളനത്തിൽ CM സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 32 വയസ്സ് മാത്രം പ്രായമുള്ള നല്ലൊരു പ്രാസംഗികനാണെന്ന് കണ്ട് മാവേലിക്കരയിൽ പോയി വിളിച്ചുകൊണ്ടുവന്നു CM സ്റ്റീഫനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയാണ്. CM സ്റ്റീഫൻ അന്ന് കോൺഗ്രസിന്റെ അംഗത്വമെടുത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലമല്ല, അഖില കേരള ബാലജന സഖ്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിനാൽ ഒരു നല്ല പ്രാസംഗികനാണെന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ മലങ്കര സഭയുടെ ഒരു അരുമസന്താനത്തെ വളർത്തുന്നതിനു വേണ്ടി അന്ന് ഗീവർഗീസ് തുതിയൻ ബാബായോടൊപ്പം അന്ന് എരുകാട്ടെ ബേബിച്ചായനും പ്രവർത്തിച്ചു. വട്ടക്കുന്നേൽ ബാബ റമ്പാച്ചനായിരിക്കും, പരിശുദ്ധ വട്ടക്കുന്നേൽ ബാബ തിരുമേനി റമ്പാച്ചനായിരിക്കുന്ന കാലയളവിലാണ് സമ്മേളനം നടത്തിയതെങ്കിൽ ആ സമ്മേളനത്തിൽ പ്രസംഗിപ്പിക്കുന്നതിനു വേണ്ടി CM സ്റ്റീഫനെ കൂടി കൊണ്ടുവന്നെങ്കിൽ ആ CM സ്റ്റീഫൻ പിന്നീട് ഭാരതത്തിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വരെ വളരുന്ന തരത്തിലേക്ക് ആ യുവാവിനെ വളർത്തിയെടുത്തതിന്റെ പിന്നിലും ഒരുപക്ഷെ ആ സമ്മേളനത്തിന്റെ ശക്തി കാണും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് CM സ്റ്റീഫൻ പിന്നീട് ശരീരനായ CM സ്റ്റീഫൻ പല വേദികളിലും മലങ്കര സഭയ്ക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, മലങ്കര സഭയുടെ മലങ്കര സഭയുടെ പതാക പുതച്ച് മരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടത് എരുകാട്ട് ബേബിച്ചായന്റെ ആ കാലയളവിലെ പ്രവർത്തനം മലങ്കര സഭയ്ക്ക് എല്ലാ തരത്തിലും മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ ആ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് പുസ്തക രൂപേണ, അതല്ലെങ്കിൽ മറ്റ് സെമിനാറുകൾ നടത്തി മറ്റ് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് എരുകാട്ട് ബേബിച്ചായനെ കുറിച്ച് നമ്മുടെ ആളുകളെ അറിയിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി കൽപ്പിച്ച് ഈ സമ്മേളനം വളരെ നല്ല നിലയിൽ നടത്തണമെന്ന് തിരുമേനി വളരെ അതിയായി ആഗ്രഹിച്ച് തിരുമേനി നേതൃത്വം കൊടുത്തു എന്ന് തന്നെ പറയാം. ഈ സമ്മേളനത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി. AK ജോസഫിനെ ചുമതലപ്പെടുത്തുമ്പോൾ അതോടൊപ്പം AK ജോസഫിനോടൊപ്പം മോഹൻ ജോസഫ് അച്ഛനോടും പറഞ്ഞിരുന്നു, വെച്ച ക്രമീകരണം ചെയ്യണം. അച്ഛൻ പറഞ്ഞു, ഞാൻ പിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളാം, പക്ഷേ എൻ്റെ പേരും കാര്യങ്ങളൊന്നും മുന്നിൽ വേണ്ട. ഇപ്പോൾ വേദിയിലിരിക്കാൻ പറഞ്ഞപ്പോഴും അച്ഛൻ വേദിയിലിരിക്കാതെ മാറി നിൽക്കുന്നു. ഏലിയ കത്തീഡ്രലിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിന് മോഹൻ ജോസഫ് അച്ഛനും ആത്മാർത്ഥമായി ശ്രമിച്ചു. AK ജോസഫിന്റെ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഇത്തരുണത്തിൽ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഔപചാരികമായി ബഹുമാനപ്പെട്ട വർഗീസ് ജോൺ തോട്ടപ്പുഴ ഒരു വാക്ക് അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി, വന്യ വൈദികരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ ആത്മായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ അവിചാരിതമായി വീണ് കിട്ടിയ ഒരവസരം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ ഈ സമ്മേളനത്തിലേക്ക് പ്രേരിപ്പിച്ചത്, ഞാനൊരു യുവാവായിരുന്ന കാലത്ത് എൻ്റെ മനസ്സിൽ വളരെയേറെ സഭാസ്നേഹം കൂടുതലായി ഉണർത്തുവാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വം മൺമറഞ്ഞു പോയി. അദ്ദേഹത്തെ നാം വിസ്മരിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധം കൊണ്ട് ഇതിൽ സംബന്ധിക്കുവാൻ ഞാൻ എത്തിയതാണ്. ഞാൻ 1950കളുടെ മധ്യത്തിലാണ് ഈ ജെ ജോസഫ് അഥവാ ബേബിച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്പമായി അറിയുന്നത്. അന്ന് ഞാൻ CMS കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ സഭാകാര്യങ്ങളിൽ അങ്ങേയറ്റം ആവേശം, എവിടെ നിന്നോ എനിക്ക് തീ കത്തുന്ന രീതിയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സഭയുടെ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമുക്ക് ദോഷമായി ഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ ഞാൻ കോളേജിൽ നിന്ന് നേരെ പോകുന്നത് ദേവലോകത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, പരിശുദ്ധ ഗീവർഗീസ് തുതിയൻ ബാബ ആ പഴയ അരമനയുടെ മുൻപിൽ ഒരു വടി കുത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നു.
നരിമറ്റത്തിൽ യോഹന്നാനച്ചനും പിൽക്കാലത്ത് കൊച്ചി ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തായി തീർന്ന യൂഹാൻ മാർ സേവേറിയോസ് യൂറിസിദിയൻ ബാബായുടെ വലിയ വാത്സല്യവാനാണ്. അദ്ദേഹം അടുത്ത് കാണും. പിന്നീട് കാണുന്ന 2-3 ആത്മായ സ്നേഹിതര് എനിക്കന്ന് വലിയ പരിചയമില്ല. അന്ന് വളരെ വാചാലമായിട്ടല്ലെങ്കിലും ശാന്തമായ ശബ്ദത്തിൽ ബാബാ തിരുമേനിയോട് സംസാരിക്കുന്ന എറികാട്ട് EJ ജോസഫ്. പിന്നീട് പല വ്യക്തികളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഒരു 4-5 പേര് കൂടി നിൽക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും കേസാണെന്നറിയാം, നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കാനാണ് കൂടിയിരിക്കുന്നതെന്നും എനിക്കറിയാം. അതറിയാനാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത്. അപ്പോൾ പറയുന്നത് ആരും ഒന്നും വലുതായി പറയാതെ വരുമ്പോൾ ഈ ബേബിച്ചായൻ പറയുന്നു, നിങ്ങളൊക്കെ ഇങ്ങനെ നിന്നാൽ മതിയോ, നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട സമയമല്ലേ, അതുകൊണ്ട് അത് വല്ലതും പറയുക എന്ന് പറയും. ബാബാ തിരുമേനി ഇങ്ങനെ ആരെയോ നോക്കുന്നു എന്ന നിലയിൽ ഇങ്ങനെ കണ്ണു ഉയർത്തി നിൽക്കുന്നു. ആലോചന പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും അവർ പറയും. അവിടെ നിന്ന് എന്തൊക്കെയോ തീരുമാനമെടുത്ത് പോകും. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. ഞാനത് പറയാനല്ല ഇവിടെ നിൽക്കുന്നത്, എന്നെ അതിനല്ല ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല. എങ്കിലും പിന്നീട് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ധാരാളം സന്ദർഭങ്ങളിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് താഴത്തങ്ങാടി ചാപ്പലിലെ വികാരിയാകാനായിട്ട് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാതെ ഇരിക്കുമ്പോൾ വട്ടക്കുന്നേൽ ബാവ ഒരാളിനെ പറഞ്ഞു വിടുന്നു. അച്ഛനവിടെ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ദേവലോകത്ത് വന്നപ്പോൾ അച്ഛാ എറിയാട്ടെ ബേബി ഇവിടെ വന്നിരുന്നു, അച്ഛൻ ആ പള്ളിയുടെ വികാരിയായിരുന്നാൽ കൊള്ളാമെന്ന് സൂചിപ്പിച്ചു. ഞാൻ അച്ഛനോടൊന്ന് പറയാതെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എങ്ങനെയാണ്? അതിനാണ് ഞാൻ പറഞ്ഞു, ഒരു കാര്യവും പിതാക്കന്മാർ പറഞ്ഞതിന് മുൻപിൽ ഞാൻ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അവധിക്ക് നാട്ടിൽ വന്നൊരവസരമാണ്. ഞാനത് സന്തോഷത്തോടെ ഏറ്റു. 1 വർഷത്തിലേറെ അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും ഞാൻ വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ആ അവസരത്തിൽ എനിക്ക് ഈ ബേബിച്ചായനുമായി നിരവധി സന്ദർഭങ്ങളിൽ സംസാരിക്കുവാനും സഭാകാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത ഏറെ മനസ്സിലാക്കുവാനും സാധിച്ചു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കാര്യമായി അതിനുള്ള ശേഷി ഇല്ലായിരുന്നുവെങ്കിൽ പോലും സംസാരിക്കാൻ കഴിയുന്ന അവസരത്തിൽ ഞാൻ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും സഭാഭരണത്തിൽ അച്ഛൻ ഇങ്ങനെയല്ല, ഇന്ന കാര്യങ്ങളാണ്, എനിക്കങ്ങോട്ട് ഒന്ന് ചെന്ന് പറയാമായിരുന്നെങ്കിൽ പറഞ്ഞാൽ കൊള്ളാവുന്നതായിരുന്നു എന്ന് പറഞ്ഞ ചില സൂചനകളൊക്കെ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് സ്വന്തമായി ഒന്നും നേടണമെന്നുള്ള ആഗ്രഹമില്ലാതെ സഭ എൻ്റേതാണ്, ഈ സഭയ്ക്ക് എന്ത് നൽകുവാൻ എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ബേബിച്ചായനെ പോലെയുള്ള ആളുകൾ ധാരാളം ഈ സഭയിൽ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുവാൻ ഇടയാകണം. അതിനുള്ള അവസരങ്ങൾ അതിനെ ചുമതലപ്പെട്ടവർ നൽകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നാം ഇതുവരെ നേടിയ അനുഗ്രഹകരമായ പുരോഗതി തുടർന്ന് നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. EJ ജോസഫ് എന്ന് പറയുന്ന മഹൽ വ്യക്തിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ആമുഖമായി എന്ന് പറയത്തക്ക വിധത്തിൽ തന്നെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന് വളരെ ശ്രേഷ്ഠമായ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട നല്ല സന്ദേശങ്ങൾ ദൂതുകൾ നൽകിയ പരിശുദ്ധ പിതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഈ യോഗത്തിൻ്റെ പേരിൽ എല്ലാവർക്കുമായി നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സമ്മേളനത്തിൽ സംസാരിച്ച എനിക്ക് വാസ്തവത്തിൽ എല്ലാവരെയും അറിയാൻ പാടില്ല. ഞാൻ കേട്ട് മാത്രമേ ഈ 2 വ്യക്തികളെ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട്
അവരുടെ പേര് പറഞ്ഞ് എനിക്ക് നന്ദി പറയാൻ നിർത്തിയില്ല എങ്കിലും അവരും വളരെ ശ്രേഷ്ഠമായ നിലയിൽ ബേബിച്ചായൻ്റെ സഭാസ്നേഹത്തെ പ്രകടമാക്കുന്ന നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. അവരോടും ഈ സമ്മേളനത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ എനിക്കറിയാവുന്ന അനേകരുണ്ട്. അവരൊക്കെയും പല വിധത്തിൽ അല്പമായോ അധികമായോ ബേബിച്ചായനോട് പരിചയപ്പെട്ടിട്ടുള്ളവരും ബന്ധപ്പെട്ടിട്ടുള്ളവരുമാണ്. അവരുടെ താല്പര്യവും സ്നേഹവും കൊണ്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വൈദികരോട് ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ബേബിച്ചായൻ്റെ ആത്മാവിൻ്റെ നിത്യാശ്വാസത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളിലൊന്ന്